അടുത്തിനി മാർക്കറ്റിലോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് ഉണക്കമീൻ വാങ്ങിച്ച് കയ്യിൽ സൂക്ഷിച്ചോ. ഫ്രഷ് മീനൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുന്ന രീതിയിൽ നമുക്ക് ഉണക്കമീൻ കറി ഉണ്ടാക്കാം. ഇതിലേക്കായി പാൻ അടുപ്പത്ത് വെച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് നിറം ഒന്നും ചേഞ്ച് ആവണ്ട. ചെറിയൊരു ആ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കാം. ഈ പൊടികളൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് 2-3 ചെറിയ ഉള്ളിയും 3 ടേബിൾ സ്പൂൺ തേങ്ങയും പിന്നെ ഈ പൊടികളും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് നമ്മുടെ മീൻചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഈ കൂട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ജാറ് കഴുകി ആ വെള്ളം ഏകദേശം ഒരു 200, 250, 300 ml വെള്ളം അത്രയും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പുളിഞ്ചിക്കയും പിന്നെ നീളത്തിൽ കീറിയ പച്ചമുളകുമാണ് ചേർക്കുന്നത്. കായ ഉണ്ടെങ്കിൽ പച്ചക്കായയും കൂടെ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പുളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വാളംപുളി ആയാലും മതി. ഇപ്പം നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത കുടംപുളി ഒഴിച്ചു കൊടുക്കുന്നു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന, അതായത് സോക്ക് ചെയ്തിട്ടാണ് ഈ ഉണക്കമീൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇത് അടിയിൽ പിടിച്ചു പോകാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പം നല്ലതായിട്ടൊന്ന് തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് താളിച്ചൊഴിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിലേക്കായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4-5 ചെറിയ ഉള്ളിയും പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 6-8 വെളുത്തുള്ളിയുടെ അല്ലിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ കൂട്ടിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ എണ്ണയും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ടാവും.